ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പോര്. ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിനൊടുവിൽ നിയമസഭ പിരിഞ്ഞു. പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്ന ആശങ്ക ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സമരം സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയാൽ സാർ അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. ജാമ്യം നേടിയാലും പ്രതികൾ രക്ഷപ്പെടില്ലെന്ന ഹൈക്കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ മറുപടി. പ്രതിപക്ഷ നേതാവിന് ഭയവും ഉൾക്കിടലുമെന്നും പ്രതികരണം. ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ്. തനിക്കെതിരായ പ്രതിപക്ഷാംഗങ്ങളുടെ വിമർശനത്തിലുള്ള അതൃപ്തി സ്പീക്കറും മറച്ചുവെച്ചില്ല. എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിലെത്തിയ ആളല്ല താനെന്ന് സ്പീക്കർ എൻ ശംസീർ. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല. വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA-മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ചൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ചൻ വാർഡിനെ കൊടികെട്ടിയ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. ഈ ഇലക്ഷന്റെ ഫോർ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ചില MLA-മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ്. അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തുടർച്ചയായി പ്രതിഷേധം, ആരോപണ പ്രത്യാരോപണങ്ങൾ, എന്തൊക്കെ ഇന്ന് സഭയിൽ? ശ്രീജിത്ത്. ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള പിടിച്ചുകുലുക്കിയ ഒരു സഭാ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭയെ മഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും വാക്പോരുമായിരുന്നു. ഇന്നും ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഇതേ വിഷയത്തിലുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കപ്പെടാനിടയാക്കും, തെളിവ് നശിപ്പിക്കപ്പെടാനിടയാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം ആവർത്തിച്ചത്. ചോദ്യോത്തരവേള മുതൽ തന്നെ സഭ സ്തംഭിക്കുന്ന സ്ഥിതിയാണ് ഇന്നും ഉണ്ടായത്. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ നടപടികൾക്ക് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷത്തെ ഇന്നലത്തെ കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിരോധിച്ചത്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത് വളരെ സമഗ്രമായി തയ്യാറാക്കേണ്ട കുറ്റപത്രമാണ്. അതുകൊണ്ട് കുറ്റപത്രം വൈകുന്നത് ഒരു കേസിനെ ബാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷത്തെ ഭരണപക്ഷം ആക്രമിച്ചത്. അങ്ങനെ ഭരണപ്രതിപക്ഷ വാക്പോരിനിടയിലാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞത്. ഈ മാസം 23 മാത്രമേ ഇനി സഭ സമ്മേളിക്കുകയുള്ളൂ. ഇതിനിടയിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ അധിക ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ബില്ലുകളും ഒപ്പം തന്നെ ധനവിനിയോഗ ബില്ലും ചർച്ച കൂടാതെ നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സഭയ്ക്കകത്തെ സമരം പുറത്തേക്ക് കൊണ്ടുപോകുമെന്നും ഇനി അത് പുതിയ സമരമുറയായി പുറത്ത് കൊണ്ടുവരുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തായാലും ഭരണപക്ഷവും ഒട്ടും പിന്നോട്ടല്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചരണത്തിലേക്കാണ് ഭരണപക്ഷവും നീങ്ങുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതിനിടയിൽ മന്ത്രി പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നത പ്രകടമാണെന്നുള്ള തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായല്ലോ. ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ നേതാക്കളോ ഇപ്പോൾ? ശ്രീജിത്ത്.
ഇന്നലെയും ഭരണപക്ഷത്ത് നിന്ന് സമാനമായ ആക്ഷേപങ്ങൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും ഉന്നയിച്ചിരുന്നു. ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ ലീഗ് MLA മാർ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ കൊണ്ടുവന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട ചില ഭേദഗതി നിർദ്ദേശങ്ങളും ലീഗ് അംഗങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനം ഇത്തരത്തിൽ അലങ്കോലപ്പെട്ടു പോകുന്നതിൽ UDF-നകത്ത് തന്നെ ഭിന്നതയുണ്ട് എന്നാണ് ഭരണപക്ഷ MLA മാർ പ്രത്യേകിച്ച് മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അത് സാധൂകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമൊന്നും ഇതുവരെ പ്രതിപക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ലീഗ് MLA മാർ സാധാരണ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഭേദഗതി നിർദ്ദേശങ്ങൾ മാത്രം നൽകിയതാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ തന്നെ വിശദീകരണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഈ കാര്യത്തിൽ വന്നിട്ടില്ല. ഉന്മേഷ്, ശ്രീജിത്ത്, അപ്പോഴും ഈ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടെ അവഗണന നേരിട്ട ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെയൊക്കെ ചെറുക്കേണ്ട തരത്തിലൊക്കെ ഒരു രാഷ്ട്രീയം രൂപപ്പെടേണ്ട ഘട്ടമുണ്ടെന്നൊക്കെ ഭരണപക്ഷം വാദിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള ഉയർത്തി കാണിച്ചുള്ള അവരുടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് SIT-യുടെ ഇപ്പോഴത്തെ ഇടപെടലും ഒപ്പം ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നല്ലോ മറുപടി. ഈ സഭ ഇപ്പോൾ പിരിയുമ്പോൾ എന്താണ് പ്രതിപക്ഷം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്? ഈ ഭരണപക്ഷം ആരോപിക്കുന്ന കനകോലു സിദ്ധാന്തം എന്നാണല്ലോ ഈ പ്രതിഷേധത്തെ, അത് ഗുണം ചെയ്തുവെന്നാണോ പ്രതിപക്ഷം കരുതുന്നത് ശ്രീജിത്ത്? ഉന്മേഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം കേരളീയ സമൂഹത്തിലും കേരളത്തിന് പുറത്തുള്ള വിശ്വാസ സമൂഹത്തിലും വലിയ തോതിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നത് സംശയമില്ല. കാരണം ശബരിമല അയ്യപ്പ സന്നിധിയിലെ സ്വർണം അപഹരിച്ചു എന്ന ആരോപണമാണ് നേരിടുന്നത്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടത് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായതാണ് ഈ സ്വർണ്ണക്കൊള്ള എന്നതാണ് പ്രതിപക്ഷം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്ത് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെ അതൊന്നും വിലപ്പോവില്ല. മറിച്ച് ദേവസ്വം ബോർഡും സർക്കാരുമെല്ലാം ഇടതുപക്ഷത്തിൻ്റെതായതുകൊണ്ട് തന്നെ അത്തരം ആക്ഷേപങ്ങളൊന്നും ഫലം കാണില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ 4 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് അവർ ജയിലിന് പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ സർക്കാരിനും അന്വേഷണ സംഘത്തിനും ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അന്വേഷണ സംഘത്തിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദമാണെന്ന ആരോപണമുണ്ട്. എങ്കിലും കോടതി വിധിയാണ് സർക്കാരിൻ്റെ പിടിവള്ളി. കോടതിയുടെ ഇന്നലത്തെ ഉത്തരവടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിരോധമൊരുക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത്. എങ്കിൽ പോലും സ്വർണ്ണക്കൊള്ള എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. അതിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിനൊപ്പം തൊണ്ടി മുതൽ കൂടി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാര്യത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ തോതിൽ സഹായകരമായ എന്ന വിലയിരുത്തലും അവർക്കുണ്ട്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.